1976 ഡൽഹിയിലെ ഒരു ചെറിയ കെട്ടിടത്തിന്റെ ടെറസിലെ ചുരുങ്ങിയ സൌകര്യങ്ങളിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് HCL എന്ന മൾട്ടിനാഷണൽ കമ്പനിയായി ലോകത്തിനു മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. ആ വളർച്ചയ്ക്കു പിന്നിൽ ശിവ് നാടാർ എന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ അനുഭവിച്ച ത്യാഗങ്ങളുടെ കഥയുണ്ട്. ഇന്ത്യയിലെ കോടീശ്വരന്മാരിൽ 3-ാം സ്ഥാനത്താണ് ശിവ് നാടാർ. ആസ്തി 27 ബില്യൺ ആണ്. ഇന്ന് ലോകമറിയുന്ന ഫോബ്സ് മാസികയുടെ കോടീശ്വര പട്ടികയിൽ സ്ഥാനം പിടിച്ച, രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ശിവ് നാടാരുടെ വിജയഗാഥയിലേക്കാണ് ഈ യാത്ര. ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഒരു അത്ഭുത യാത്ര. 1945 തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ മുലൈപ്പോഴി എന്ന ഗ്രാമത്തിലാണ് ശിവ് നാടാർ ജനിച്ചത്. ദിനതന്ത്രി പത്രത്തിന്റെ സ്ഥാപകനായ SP ആദിത്യനാരുടെ സഹോദരി വാമസുന്ദരി ദേവിയായിരുന്നു അമ്മ. പിതാവ് ശിവസുബ്രഹ്മണ്യൻ നാടാർ. കുംഭകോണം ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ, മധുരയിലെ എലങ്കോ കോർപ്പറേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ട്രിച്ചിയിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു ശിവ് നാടാരുടെ സ്കൂൾ വിദ്യാഭ്യാസം. മധുരയിലെ അമേരിക്കൻ കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റി ബിരുദവും, കോയമ്പത്തൂരിലെ PSG കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടി. 1967 പൂനെയിലെ വാൾചന്ദ് ഗ്രൂപ്പിന്റെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ശിവ് നാടാർ ജോലിക്ക് പ്രവേശിച്ചു. സ്വന്തമായി ബിസിനസ് എന്ന സ്വപ്നവും പേര് നടന്ന ശിവ് നാടാർ അധികം വൈകാതെ ആ ജോലി ഉപേക്ഷിച്ചു. ശിവ് നാടാരുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഉറ്റ സുഹൃത്തുക്കളായ 7-അംഗ സംഘവും ഉണ്ടായിരുന്നു. HCL മുൻ ചെയർമാൻ അജയ് ചൌധരി, ഹെഡ്സ്ട്രോങ് CAOയും ചെയർമാനുമായിരുന്ന അർജുൻ മൽഹോത്ര, സുഭാഷ് അറോറ, യോഗേഷ് വൈദ്യ, S രാമൻ, മഹേന്ദ്ര പ്രതാപ്, DS പുരി എന്നിവരായിരുന്നു ശിവ് നാടാരുടെ സ്വപ്നങ്ങൾക്കൊപ്പം കൈപിടിച്ചു നടന്ന ചങ്ങാതിമാർ. ആദ്യം ഇവർ ആരംഭിച്ചത് മൈക്രോകോംബ് എന്ന കാൽക്കുലേറ്റർ കമ്പനിയാണ്. 1976 HCL സ്ഥാപിതമായി. 1,87,000 രൂപയായിരുന്നു ആകെയുണ്ടായിരുന്ന മൂലധനം. ലൈസൻസ് രാജിന്റെ കാലത്ത് HCL തുടങ്ങാനും അതിനുവേണ്ടി പണം കണ്ടെത്താനും അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടി. പക്ഷേ അസാമാന്യ ധൈര്യത്തോടെ എടുത്ത തീരുമാനങ്ങളാണ് അദ്ദേഹത്തെ ഇവിടെ വരെ എത്തിച്ചത്. 1980 IC ഹാർഡ്വെയർ വിൽക്കുന്നതിനായി സിംഗപ്പൂരിൽ ഫാർ ഈസ്റ്റ് കമ്പ്യൂട്ടറുകൾ ആരംഭിച്ചതോടെ HCL അന്താരാഷ്ട്ര വിപണിയിൽ പ്രവേശിച്ചു. ഈ സംരംഭം ആദ്യ വർഷത്തിൽ തന്നെ 1 മില്യൺ വരുമാനം സ്വന്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടറായ HCL 8C നിർമ്മിക്കുവാനും ശിവ് നാടാർ മുന്നോട്ട് വന്നു. ക്രമേണ HCL ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നിർമ്മാണ ബിസിനസ്സിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള മറ്റു കമ്പനികളുമായുള്ള പങ്കാളിത്തത്തിൽ വിശ്വസിച്ചായിരുന്നു HCLന്റെ മുന്നോട്ടുള്ള പ്രയാണം. ഇന്ന് HCL വേൾഡ് ഇക്കണോമിക് ഫോറത്തിലെ അംഗവുമാണ്. 1994 ശിവ് നാടാർ തന്നെ മുൻകൈയെടുത്ത് ജീവകാരുണ്യ ശിവനാടാർ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. രാജ്യത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാടാർ നിർമ്മിച്ചു. ഇന്ന് ഇന്ത്യയിലെ 3-ാമത്തെ വലിയ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടർ കമ്പനിയാണ് HCL ടെക്നോളജീസ്. 2020 കണക്കനുസരിച്ച് $900 മില്യൺ ശിവ് നാടാർ ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി ചിലവഴിച്ചത്. ഇതിന്റെ പ്രയോജനം 30,000 വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചത്. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ബിസിനസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വഹിച്ച പങ്ക് അംഗീകരിച്ച് 2008 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. എന്നും കൂടെയുള്ളവരെ ചേർത്തുപിടിച്ച അപൂർവ വ്യക്തിത്വം. സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് ഒറ്റ ജീവനക്കാരെ പോലും അദ്ദേഹം പിരിച്ചുവിട്ടില്ല. ലേമാൻ പ്രതിസന്ധിയുണ്ടായ സമയത്ത് HCLന് തുണയായത് എംപ്ലോയി ഫസ്റ്റ് കസ്റ്റമർ സെക്കൻഡ് എന്ന നിലപാടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ആർട്ട് കളക്ടർമാരിൽ ഒരാളായ കിരണിനെയാണ് ശിവ് നാടാർ വിവാഹം കഴിച്ചത്. കഴിഞ്ഞ വർഷം മകളായ റോഷ്നി നാടാർ മൽഹോത്രയെ ചെയർപേഴ്സണാക്കി ശിവ് നാടാർ സ്ഥാനമൊഴിഞ്ഞെങ്കിലും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, ചീഫ് സ്ട്രാറ്റജി ഓഫീസർ എന്നീ നിലകളിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.